ഹലോ എവരിവൺ, വീണ്ടും ഒരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ഫിഷിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. മാരിനേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിനയില, മല്ലിയില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മാക്സിമം തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ചേർക്കുന്നത് നമ്മുടെ സാധാരണ നല്ല മുളക് പൊടിയാണ്. അപ്പൊ നല്ല മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കാശ്മീരി റെഡ് ചില്ലി ഇത്രയും ചേർക്കുന്നതെന്ന് വെച്ചാൽ അധികം എരിവ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നല്ല കളറും കിട്ടും. അപ്പോൾ നമ്മളിതിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീരും പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഫെനൽ സീഡ്സിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പെരുംജീരകത്തിന്റെ പൊടിയും ചേർത്ത് ഒരല്പം വെളിച്ചെണ്ണ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാല അതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. ഗ്രിൽ ചെയ്യാനായിട്ട് നമ്മളൊരു ആവോലിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. പാകത്തിന് വേകാനും നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള എക്സ്ട്രാ ആയിട്ടുള്ള മോയ്സ്ചർ ഉണ്ടെങ്കിൽ നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ബാക്കി റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ റിട്ടേൺ റെസിപ്പീസ് ആവശ്യമുള്ളവരുടെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്കിനി തിരിച്ച് റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ചേർത്ത് വെച്ച മസാല കൂട്ട് നമ്മൾ വരഞ്ഞെടുത്ത മീനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 3-4 മണിക്കൂർ ഈ മീന് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഇത് മസാലയൊക്കെ പിടിച്ച് റെഡിയാവും. അതിനുശേഷം ഒരു ഗ്രില്ലിലാക്കി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ നിന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 420 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിൽ എനിക്ക് ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് വെച്ചപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫിഷ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവനനുസരിച്ച് ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ മതിയാവും. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ സ്ഥിരം കഴിക്കുന്നതല്ലേ, അപ്പോൾ ഫിഷ് ഗ്രില്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ നമ്മൾ കമൻസ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് വിമൻസ് കോർണർ.